വിദേശ സർവകലാശാലയും സ്വകാര്യ സർവകലാശാലയും കേരളത്തിൽ കൊണ്ടുവരുന്നതിനെതിരെ സമരം ചെയ്ത SFIക്കാർ ഇപ്പോൾ നിശബ്ദരാണ്. കാരണം പിണറായി സർക്കാർ സ്വകാര്യ സർവകലാശാല ബില്ലിലൂടെ സർവകലാശാലകൾക്ക് വാതിൽ തുറന്നിടുകയാണ്. അന്ന് എന്തിനെതിർത്തു എന്ന ചോദ്യം സ്വാഭാവികമാണ്. അങ്ങനെയാണല്ലോ ഏതു മാറ്റങ്ങളോടുമുള്ള നമ്മുടെ ഒരു ഇത്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റിയ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിനെതിരെ കോൺഗ്രസ്സുകാർ സമരം നടത്തി അന്ന് സർക്കാരിനെ വരെ അട്ടിമറിച്ചു. പ്രീ ഡിഗ്രി ബോർഡിനെയും സ്വാശ്രയ കോളേജിനെയും എതിർത്ത ഇടതുപക്ഷം പിന്നീട് അവയുമായി സമരസപ്പെട്ടു, നടപ്പാക്കി. ഇപ്പോഴിതാ സ്വകാര്യ സർവകലാശാലകളും വരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് SFIക്കാരുടെ സമരത്തിനിടയിൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ TP ശ്രീനിവാസനേറ്റ ചെകുത്തത്തടി ആര് മറന്നാലും അദ്ദേഹമെങ്കിലും മറക്കൂലല്ലോ. ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു. അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ്, ഇന്ന് ചെയ്യുന്നത് ശരിയായിട്ടുള്ള നിലപാടാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അപ്പോൾ ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ്. മാറാത്തത് ഒന്നേ ഉള്ളൂ മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. ഇവരാണല്ലോ അതിനെ എതിർത്തത്. ലെഫ്റ്റിസ്റ്റ് ഗവൺമെൻറ്റും SFI ഒക്കെയാണ് അതിനെ എതിർത്തത്. അതുകൊണ്ട് അതങ്ങ് മുടിവെച്ചിരിക്കുകയായിരുന്നു. 3.5 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 3.5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിദ്രുതം പ്രയാണം ചെയ്ത ഒരു കാലയളവ് കൂടിയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അളവിലുള്ള കുതിച്ചുചാട്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ രീതിയിലുള്ള വളർച്ച. അപ്പോൾ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്, ഒരു സംശയവും വേണ്ട. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. ആ സമരം പലതും നടത്തിയിട്ടുണ്ടാവും. ഇന്നത്തെ ആവശ്യം നമ്മൾ നോക്കേണ്ടത്. പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കുത്താൻ നടക്കുകയല്ല വേണ്ടത്. മനസ്സിലായോ? ഇപ്പോഴത്തെ മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നിലപാട് വിശദീകരിക്കാൻ നേതാക്കൾ പാടുപെടുന്നുണ്ട്. മൂർത്ത സാഹചര്യത്തിൽ മൂർത്തമായ നിലപാടെന്ന് മന്ത്രി. ഭൂമി ഉരുണ്ടതെന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകരെ തന്നെ കൂട്ടുപിടിക്കുന്നു EP ജയരാജൻ. ഒരു കാലത്ത് ഭൂമി പരന്നതാ, ഉരുണ്ടതല്ലേ? അല്ലേ? ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. ഭൂമി വെറും ഒരു വട്ടപൂജ്യം. അതുകൊണ്ട് പണ്ട് പരന്നതാണ്, പരന്നെടുക്ക തന്നെ നിൽക്കണോ? ഇന്ന് ഉരുണ്ട് കിടക്കുന്ന, ഇന്ന് അണ്ഡാകൃതിയിലാണ് ഭൂമി. അതിനനുസരിച്ചിട്ടുള്ള വിജ്ഞാനമാണ്. എന്താ ചേട്ടാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ചെകിട്ടത്തടി മോശമായിരുന്നെങ്കിലും അതിലേക്ക് നയിച്ച മൂർത്ത സാഹചര്യങ്ങളെക്കുറിച്ച് SFI സംസ്ഥാന സെക്രട്ടറി. TP ശ്രീനിവാസനെ അടിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അത് എന്തോ മഹാപരാധമാണ് എന്ന് കരുതുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ ഇദ്ദേഹം അങ്ങേയറ്റം കേട്ടാൽ അറയ്ക്കുന്ന നിലയിലേക്ക് തെറി വിളിച്ചു. ആ വിദ്യാർത്ഥിയെ തെറി കേട്ടതിലുള്ള പ്രതികരണം നടത്തി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നിലപാടിലുള്ള വിയോജിപ്പ് രൂപപ്പെടുത്തിയ ഒരു സമരരൂപമായിരുന്നില്ല ചെകിട്ടത്തടി എന്നുള്ളത് കൊണ്ടും. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ?